നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ദൈവമേ, വെള്ളാനകളുടെ നടുവിലല്ല കൊള്ളക്കാരുടെ നടുവിലാണ് ഈ കേരളത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ ഈ സത്യങ്ങളൊക്കെ ആർ ശ്രീലേഖ IPS വിളിച്ചു പറയുന്നു. മുൻ DGP ആണ് ശ്രീലേഖ. പുരപ്പുറ സോളാർ പദ്ധതി കേന്ദ്ര സർക്കാരും കേരള സർക്കാരുമൊക്കെ ഒരുപോലെ പ്രോത്സാഹിപ്പിക്കുന്നു. നിരവധി ആളുകളാണ് പുരപ്പുറത്ത് സോളാർ പദ്ധതി ഒരുക്കിയിരിക്കുന്നത്. നാട്ടിലൊക്കെ വലിയ തോതിൽ ക്യാൻവാസിങ്ങും ഇപ്പോൾ നടക്കുന്നു. പുരപ്പുറ സോളാർ പദ്ധതിക്ക് സബ്സിഡി ലഭിക്കുമെന്നത് തന്നെയാണ് മിക്കവരെയും ഈ പദ്ധതിയിലേക്ക് ആകർഷിക്കുന്നത്. സോളാർ പാനൽ സ്ഥാപിക്കാൻ കോൺട്രാക്ടർമാർ തമ്മിലടിക്കുന്നു. വലിയ മത്സരമാണ് കേരളത്തിൽ നടക്കുന്നത്. സോളാർ പാനൽ കമ്പനിക്കാരൊക്കെ വലിയ കോടീശ്വരന്മാരായി മാറി. എന്നാൽ മുൻ DGP ആർ ശ്രീലേഖ പറയുന്നു, പുരപ്പുറ സോളാർ പദ്ധതി വെച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. കാരണം മഹാ തട്ടിപ്പുകാരാണ് KSEB. സോളാർ വൈദ്യുതി ഉപയോഗിച്ചിട്ടും വൈദ്യുതി ബിൽ തുടർച്ചയായി വർദ്ധിച്ച് ഇക്കഴിഞ്ഞ മാസം ബിൽ തുക 10,000 കടന്നുവെന്നാണ് ശ്രീലേഖ പറയുന്നത്. സോളാർ പദ്ധതിക്ക് മുൻപ് താൻ ബില്ലടച്ചതിനേക്കാൾ വളരെ കൂടുതലാണ് ഏറ്റവും ഒടുവിൽ ബിൽ കിട്ടിയപ്പോൾ. സോളാർ പാനൽ വെച്ച ആദ്യ മാസങ്ങളിൽ വൈദ്യുതി ഉപഭോഗത്തിന് നൽകേണ്ടി വന്ന റേറ്റ് കുറവായിരുന്നുവെന്ന് ശ്രീലേഖ പറഞ്ഞു. എന്നാൽ പിന്നീട് തുടർച്ചയായി ആ വൈദ്യുതി ബിൽ കൂടിക്കൊണ്ടിരുന്നു. ഏറ്റവും ഒടുവിൽ സോളാർ പദ്ധതിക്ക് മുൻപ് ലഭിച്ചതിനേക്കാൾ കൂടുതൽ. ഇതിൽ പരം എന്ത് തട്ടിപ്പാണ് കേരളത്തിൽ സംഭവിക്കാനുള്ളത്? പ്രതിമാസം 500 മുതൽ 600 യൂണിറ്റ് സോളാർ വൈദ്യുതി KSEBക്ക് താൻ നൽകുന്നുണ്ട് എന്നാണ് ശ്രീലേഖ പറയുന്നത്. എന്നാൽ 200-300 യൂണിറ്റുകളായി മാത്രമേ KSEB കണക്കാക്കുന്നുള്ളൂ. സോളാർ പദ്ധതിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി യൂണിറ്റ് പകുതിയാക്കി കാണിക്കുന്ന തട്ടിപ്പാണ് ഇവിടെ KSEB അനുവർത്തിക്കുന്നത് എന്ന് ശ്രീലേഖ പറയുന്നു. സോളാർ വെക്കുമ്പോൾ ബാറ്ററി വാങ്ങി ഓഫ് ഗ്രിഡാക്കി വെക്കുന്നതാണ് നല്ലത് എന്ന് ശ്രീലേഖ പറയുന്നു. 2 തലത്തിൽ സോളാർ പദ്ധതി നമുക്കൊരുക്കാം. KSEBക്ക് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഗ്രിഡിലേക്ക് നൽകുന്ന ഒരു പ്രോഗ്രാം, 2 ഓഫ് ഗ്രിഡായി ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്ത് ഉപഭോക്താവിന് പിന്നീട് ഉപയോഗിക്കാൻ പാകത്തിൽ. ശ്രീലേഖയുടെ അഭിപ്രായത്തിൽ ഓഫ് ഗ്രിഡായി വയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. മറിച്ചായാൽ KSEB നമ്മളെ പറ്റിക്കും, ചതിക്കും. ശ്രീലേഖയുടെ വിശദമായ ഫേസ്ബുക്ക് കുറിപ്പ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതിനുശേഷം KSEBയുടെ മറ്റ് തട്ടിപ്പുകളിലേക്ക് നമുക്ക് കടക്കാം. വീട്ടിൽ സോളാർ വയ്ക്കുമ്പോൾ ഓൺ ഗ്രിഡ് ആക്കല്ലേ, KSEB കട്ടുകൊണ്ടുപോകും. 2 വർഷം മുമ്പ് കണ്ണു തള്ളിയപ്പോഴുള്ള കറണ്ട് ബില്ല് കണ്ടിട്ടാണ് സോളാർ വെക്കാമെന്ന് തീരുമാനിച്ചത്. വിദഗ്ധ ഉപദേശപ്രകാരം ഓൺ ഗ്രിഡായി ചെയ്തു. പിന്നീട് ബിൽ മാസം തോറുമായെങ്കിലും പഴയ 20,000-ന് പകരം 700-800 ആയപ്പോൾ സന്തോഷമായി. കഴിഞ്ഞ 5-6 മാസമായി പതിയെ അത് കൂടി കഴിഞ്ഞ മാസത്തെ ബിൽ 10,030. അതായത് സോളാർ വെക്കുന്നതിന് മുൻപത്തേക്കാൾ കൂടുതൽ. വൈദ്യുതി ഉപയോഗം ഒട്ടും കൂടിയിട്ടില്ല. അവരുടെ ബില്ല് കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല. എന്തൊക്കെയോ മെഷീൻ വെച്ച് എന്തൊക്കെയോ കണക്കുകൾ മുൻപൊരു പരാതി നൽകിയിരുന്നു. അപ്പോൾ കുറേ ടെക്നിക്കൽ പദങ്ങൾ കൊണ്ടൊരു മറുപടിയല്ലാതെ ഒന്നും സംഭവിച്ചില്ല. പിന്നെ സ്വയം ചിന്തിച്ച് മനസ്സിലാക്കി. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഇരട്ടി യൂണിറ്റിന് ചാർജ് ചെയ്യുന്ന KSEB മീറ്ററിൽ സമയമനുസരിച്ചു എന്തൊക്കെയോ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാലത്തെ വൈദ്യുതിക്ക് ഒരു തുക, ഉച്ചയ്ക്കുള്ള ഉപയോഗത്തിന് വേറൊരു തുക, രാത്രി ഉപയോഗിക്കുന്നതിന് മറ്റൊരു തുക. എന്നാൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സോളാറിന് അവർ തരുന്ന വിലയുടെ പകുതിയിൽ താഴെ. എൻ്റെ 5 kV സോളാർ മാസം 500 മുതൽ 600 യൂണിറ്റ് വരെ KSEBക്ക് കൊടുക്കുന്നു. എന്നാൽ അത് 200-300 യൂണിറ്റായി മാത്രമേ അവർ കണക്കാക്കൂ. അവർക്കതിൻ്റെ വില അത്രയല്ലേ ഉള്ളൂ. അനധികൃത പവർ കട്ട് സമയത്തും ലൈൻ പണി എന്ന് പറഞ്ഞ് ദിവസം 3-4 മണിക്കൂർ കറണ്ടില്ലാത്ത സമയവും നമ്മൾ സോളാറിലൂടെ കറണ്ടുണ്ടാക്കി അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കും. നമുക്കൊരു ഗുണവുമില്ല താനും. അതുകൊണ്ട് സോളാർ വെക്കുമ്പോൾ ബാറ്ററി വാങ്ങി ഓഫ് ഗ്രിഡ് വെക്കുന്നതാണ് നല്ലത്. അതാവുമ്പോൾ നമ്മുടെ കറണ്ട് നമുക്ക് തന്നെ കിട്ടുമല്ലോ. ഇതിവിടെ എഴുതിയത് കൊണ്ട് പൊതുജനങ്ങൾക്കെങ്കിലും ഗുണമുണ്ടാകട്ടെ. കാട്ടുകള്ളന്മാരായ KSEB എന്തെങ്കിലും ചെയ്യുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല. കഴിഞ്ഞ മാസത്തെ ബിൽ താഴെയുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായാൽ പറയണമേ. ശ്രീലേഖ പറഞ്ഞത് വളരെ ശരിയാണ്. എന്തൊക്കെയോ റീഡിംഗ് ആൻഡ് കൺസപ്ഷൻ എന്നൊക്കെ ഈ ബില്ലിൽ പറയുന്നു. നമുക്ക് വായിച്ചാലൊന്നും മനസ്സിലാവില്ല. KWH-NL, KWH-OP, KWH-NLE എന്നൊക്കെ എഴുതി വച്ചിരിക്കുന്നു. കറണ്ട്, പ്രീവിയസ്, പിന്നെ ആവറേജ് എന്തൊക്കെയോ ഈ ബില്ലിൽ അവർ ചൂണ്ടിക്കാട്ടുന്നു. നമുക്കൊന്നും പിടികിട്ടില്ല. പിന്നീട് എനർജി ചാർജ് ഒരു 8,604, ഡ്യൂട്ടി 10% ഓഫ് EC 860, ഫ്യൂവൽ സർചാർജ് 89, ഫിക്സഡ് ചാർജ് 260. എല്ലാം കൂടെ കൂട്ടി ബില്ലിൽ ഒരൊറ്റ താങ്ങ് 10,038. ശ്രീലേഖയ്ക്ക് കുഴപ്പമില്ലായിരിക്കും, കാരണം പെൻഷനൊക്കെ കിട്ടുന്നുണ്ട്. പാവങ്ങളുടെ ഗതി അങ്ങനെയല്ലല്ലോ. ഈ പുരപ്പുറ സോളാർ പദ്ധതി സാധാരണ ഉപഭോക്താക്കൾക്ക് പണി കൊടുക്കും എന്നതിൽ സംശയം വേണ്ട.
പുരപ്പുറ സോളാർ പദ്ധതി പ്രോത്സാഹിപ്പിക്കുമ്പോൾ KSEB പറയുന്നത് അവർക്ക് പ്രതിമാസം 40 കോടി രൂപയുടെ നഷ്ടമെന്നൊക്കെയാണ്. ഈ 40 കോടി രൂപ ഇനി സാധാരണക്കാരായ ഉപഭോക്താക്കളിൽ നിന്ന് അവർ ഈടാക്കും. അതുകൊണ്ട് തന്നെ കറണ്ട് ചാർജ് അവർ ഇനിയും ഉയർത്തും. കേരളത്തിൽ 1,36,00,000 ഉപഭോക്താക്കളുണ്ട് KSEBക്ക്. അവരിൽ വെറും 1,22,000 പേർ മാത്രമാണ് പുരപ്പുറ സോളാർ പദ്ധതിയൊക്കെ ഒരുക്കിയിരിക്കുന്നത്. സോളാർ പദ്ധതിയിലൂടെ ഉപഭോക്താക്കൾ പകൽ അവർ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് ഗ്രിഡിലേക്ക് കൊടുക്കുന്നു. ചുരുക്കത്തിൽ KSEB നമ്മുടെ കറണ്ട് അങ്ങ് കൊണ്ടുപോകുന്നു. വൈകുന്നേരമാണ് വലിയ വലിയ കളികളുള്ളത്. പണ്ട് പീക്ക് അവേഴ്സ് എന്ന് പറയുന്നത് വൈകുന്നേരം 7 മുതൽ 10 മണി വരെയായിരുന്നു. KSEB പീക്ക് അവേഴ്സിന്റെ സമയമൊക്കെ മാറ്റി. ഇപ്പോൾ 7 മണി മുതൽ രാത്രി 1 മണി വരെയാണ് പീക്ക് അവേഴ്സ്. ചുരുക്കത്തിൽ നമ്മൾ AC ഒക്കെ ഇട്ട് നല്ല ചില്ലായി കിടന്നുറങ്ങുമ്പോൾ മീറ്റർ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. പീക്ക് അവേഴ്സിൽ ഏകദേശം 14 രൂപ വെച്ചാണ് എണ്ണിക്കൊടുക്കേണ്ടത്. എന്നാൽ സോളാർ ഗ്രിഡിലേക്ക് നൽകുന്ന വൈദ്യുതിക്ക് 2 രൂപ 63 പൈസ മാത്രം ഉപഭോക്താക്കൾക്ക് കൊടുത്താൽ മതി. ഇത് റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചതാണ്. കേരളത്തിൽ എന്നാൽ മറ്റു ചില കണക്കുകളാണ് KSEB പറയുന്നത്. ഉപഭോക്താവ് ഉപയോഗിക്കുന്ന കറണ്ടും ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ടും വെട്ടിക്കിഴിച്ച് ബാക്കിയുള്ളതിന് പണം തന്നാൽ മതി എന്നൊക്കെ KSEB പറയും. എന്നാൽ ബാക്കിയുള്ള കറണ്ടിന് ഇവർ വില കൂട്ടുന്നത് തോന്നുംപടിയായിരിക്കും. നല്ല ചൂട് കാലമാണിപ്പോൾ. എല്ലാ വീടുകളിലും AC സർവ്വസാധാരണമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കറണ്ട് ചാർജ് കൊടുത്ത് മുടിയാനാണ് നമ്മുടെ വിധി. കാട്ടുകള്ളന്മാരാണ് ഈ KSEBക്കാരെന്ന് മുൻ DGP തന്നെ പറയുമ്പോൾ നമ്മൾ ഇത് വിശ്വസിക്കുകയല്ലാതെ എന്തു ചെയ്യും? ഈ കൊള്ളക്കാരുടെ നടുവിലാണല്ലോ നമ്മുടെ ജീവിതമെന്നോർത്ത് നമുക്ക് വീണ്ടും നെടുവീർപ്പിടാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.